ഒരു തൊഴിലും എന്തല്ല, ചെറുതല്ല. ഒരിക്കലും നമ്മൾ ഒരു തൊഴിലിനെയും ചെറുതായിട്ട് കാണുവാനും പാടില്ല കേട്ടോ. ഒരു തൊഴിലും എന്തല്ല, ചെറുതല്ല. ഒരു തൊഴിലിനെയോ ഒരു തൊഴിലാളിയെ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട് കാണുവാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിലിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ മഹത്വമുണ്ട്, അതുപോലെ തന്നെ ഓരോ തൊഴിലിനും അതിൻ്റേതായ മൂല്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തൊഴിലിനെയും നമ്മൾ ചെറുതായിട്ട് കാണുവാൻ പാടില്ല കേട്ടോ. തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ ചെയ്യുന്നത് ഒരു നന്മയാണ്. തൊഴിലെന്ന് പറഞ്ഞാൽ ഒരു നന്മയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തൊഴിൽ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. തൊഴിൽ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ജീവിതത്തിൽ തൊഴിലിനെ മാനിക്കുക. തൊഴിലിനോട് നമുക്കൊരു ബഹുമാനം, സ്വന്തം തൊഴിലിനോട് നമുക്കൊരു ബഹുമാനം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും വളരെ ബെറ്ററായിട്ടും ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഒരാൾക്ക് വിശ്വസിച്ച് നമ്മളെ ഒരു വർക്ക് ഏൽപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളുടെ വർക്ക് ബെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് നമുക്ക് വർക്കുകൾ തരുവാനായിട്ട് കഴിയും. മറിച്ച് വർക്ക് മോശമാണെങ്കിൽ ആ വ്യക്തിക്ക് വർക്ക് തരാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, വർക്കിൽ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ആ തൊഴിലിൽ ആയിരിക്കണം കേട്ടോ. തൊഴിലിൽ ശ്രദ്ധയുടെ സ്ഥാനം വളരെ വലുതാണ്. തൊഴിൽ ചെയ്യുമ്പോൾ അശ്രദ്ധ കാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ ചിലപ്പോൾ ഒരുപാട് വലുതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാലോ ഡ്രൈവറുടെ ജോലി എന്താണ്? വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഡ്രൈവറുടെ തൊഴിൽ. അപ്പം ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് അദ്ദേഹം അശ്രദ്ധ കാട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് നമുക്ക് പറയാതെ തന്നെ അറിയാം. അതുപോലെ തന്നെ ഏത് തൊഴിലും, അത് കാറ്ററിംഗ് ആയാലും അല്ലെങ്കിൽ ടീച്ചിങ് ആയാലും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആയാലും ആരായാലും അവരുടെ തൊഴിൽ ശ്രദ്ധിക്കുക. തൊഴിൽ ചെയ്ത സമയത്ത് തൊഴിൽ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരുപാട് വിപത്തുകൾ ഉണ്ടായേക്കാം. തൊഴിൽ ചെയ്ത സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ശ്രദ്ധ. തൊഴിലിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, തൊഴില് ഞാൻ പറഞ്ഞല്ലോ, ഓരോ തൊഴിലിനും എന്തുണ്ട്? അതിൻ്റെതായ മഹത്വമുണ്ട്, മൂല്യമുണ്ട്, പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഒരു ചെറിയ സമരം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ ആ തൊഴിൽ ചെയ്യുന്നവർ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തൊഴിലും എന്നല്ല, ചെറുതല്ല. എല്ലാ തൊഴിലിനെയും നമ്മൾ എന്ത് ചെയ്യുക? തൊഴിലിനെ നമ്മൾ മാനിക്കുക. പിന്നെ എല്ലാവർക്കും എല്ലാ തൊഴിലും ചെയ്യാൻ കഴിയില്ല, അത് വേറെ കാര്യം കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഒരേപോലുള്ള തൊഴിലുകൾ ലഭിക്കണമെന്നുമില്ല. പക്ഷേ ഓരോ തൊഴിലും ഒന്നിനൊന്ന് പ്രാധാന്യമർഹിക്കുന്നവയാണ് കേട്ടോ. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ നന്മയുള്ളവനാണ്. തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുന്നവൻ അതിലും നന്മയുള്ളവനാണ് കേട്ടോ. അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നത് നന്മയുടെ ഒരു വശമാണ്. തൊഴിൽ ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ, ജോലി ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തൊഴിൽ ചെയ്യാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തൊഴിൽ ചെയ്യണം, എന്ത് വേണം? ശക്തിയും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തൊഴിൽ ചെയ്യാനുള്ള ശക്തിയുള്ളവൻ എന്താണ്? ഭാഗ്യവാനാണ്. തൊഴിൽ ചെയ്യാൻ കഴിയുന്നവൻ ഭാഗ്യവാനാണ്. ചുരുക്കി പറഞ്ഞാൽ തൊഴിൽ എന്താണ്? ഒരു നന്മയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയും ഏതെങ്കിലുമൊക്കെ അവർക്ക് പ്രാവീണ്യമുള്ള മേഖലയിൽ അല്ല ഏതെങ്കിലും ഒരു തൊഴിലിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാലഘട്ടത്തിൽ നല്ലൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. നല്ല കഠിനാധ്വാനം, നല്ല ഹാർഡ് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയും. ഹാർഡ് വർക്കിലൂടെ മാത്രമേ അതിന് കഴിയുകയുള്ളൂ.
കാരണം നന്മയിലൂടെയും ആ ഹാർഡ് വർക്കിലൂടെയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നല്ലൊരു വിജയത്തിലെത്താനായിട്ട് കഴിയുള്ളൂ. കേട്ടോ, നല്ലത് ചിന്തിക്കുക, നല്ലത്